കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ പിടിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് LDF തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നേറുന്നത്. ഇപ്പോൾ കണ്ണൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള LDFിന്റെ തിരഞ്ഞെടുപ്പ് റാലിയാണ് കണ്ണൂർ നഗരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം തന്നെ ഈ തിരഞ്ഞെടുപ്പ് റാലിക്കുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നേതാക്കന്മാരുടെ വലിയ പങ്കാളിത്തവും ഈ തിരഞ്ഞെടുപ്പ് റാലിക്കുണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ, അതോടൊപ്പം തന്നെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, സംസ്ഥാന സമിതി അംഗം M പ്രകാശൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ LDFിന്റെ പ്രമുഖ നേതാക്കന്മാരെല്ലാം തന്നെയും ഈ റാലിയിൽ അണിനിരന്നിരിക്കുകയാണ്. ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം ഈ ഒരു ആത്മവിശ്വാസം പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കും എന്നുള്ളത് തന്നെയാണോ? ഉറപ്പായിട്ട് കോർപ്പറേഷൻ ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടി പോവാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. ജനങ്ങൾ സ്വയം സന്നദ്ധമായി വികസനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കോർപ്പറേഷൻ ചർച്ച ചെയ്യുന്നത് ആ ഒറ്റ വിഷയമാണ്, വികസനം. അത് കേരളത്തിൽ ഇടതുപക്ഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനം ഈ കോർപ്പറേഷൻ ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം അവതരിപ്പിച്ച വികസന പരിപ്രേക്ഷ്യം ജനങ്ങളാകെ ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് നിങ്ങൾ ഈ കാണുന്ന 10,000 ആളുകൾ അണിയിറക്കുന്ന ഈ റാലി. പ്രധാനമായും ഈ UDFിന്റെ അഴിമതി പ്രശ്നങ്ങൾ അത് തന്നെയാണോ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത്? കഴിഞ്ഞ 5-6 വർഷമായി UDF അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു വികസനവുമില്ലാത്ത അങ്ങേയറ്റം പ്രാകൃതമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന മറ്റൊരു കോർപ്പറേഷൻ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യ രാജ്യത്ത് വേറെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് കണ്ണൂരിലുള്ളത്. എന്തെങ്കിലും ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ നൽകിയാൽ തന്നെ ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൽ നിന്ന് കമ്മീഷൻ എത്ര അടിക്കാം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ കോർപ്പറേഷൻ. അത് ഈ കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷനെ UDFിൻ്റെ കൈകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി, അതുവഴി ഒരു മാതൃകാ നഗരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മാറാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ LDF മുന്നോട്ട് വെച്ച ഒരു വികസന രേഖ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ വികസന പരിപ്രേക്ഷ്യം ഞങ്ങൾ ഒരു വിദഗ്ധരായിട്ടുള്ള ആളുകൾ, എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുമാർ, അവരെല്ലാം ചേരുന്ന വിദഗ്ധ സംഘം ഈ കോർപ്പറേഷനെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി ജനങ്ങളിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ച് എന്നിട്ട് തയ്യാറാക്കിയ ഒരു കാഴ്ചപ്പാടാണത്. ആ കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ കണ്ണൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ മാറ്റാൻ വേണ്ടി കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. അതിൻ്റെ കൂടെ കോർപ്പറേഷനിലെ മുഴുവൻ ജനങ്ങളും അണിനിരക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും CPIMന്റെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ അഴിമതി, അതോടൊപ്പം തന്നെ ഈ LDF മുന്നോട്ട് വച്ചിട്ടുള്ള വികസന രേഖ, ഈ രണ്ട് കാര്യങ്ങളും തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചയായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതീക്ഷ UDFിൻ്റെ അഴിമതി ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് ഇത്തവണ ഉണ്ടാകും. LDF മുന്നോട്ട് വെച്ച വികസന രേഖ ജനങ്ങൾ അംഗീകരിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.